10 വർഷം മുഖ്യമന്ത്രിയായി കേരളം അടക്കി ഭരിച്ചു. ഒന്നാം പിണറായി സർക്കാർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർത്തു. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ ആയപ്പോഴേക്കും അഹങ്കാരം കൊണ്ട്, അല്ലെങ്കിൽ ധാർഷ്ട്യം കൊണ്ട്, നെഗളിപ്പ് കൊണ്ട്, എല്ലാവരെയും അന്ധത ബാധിച്ചുകൊണ്ട് എല്ലാവരെയും മാറ്റി നിർത്തി അവനവൻ തന്നെ മതി എന്ന് തീരുമാനിച്ച് എല്ലാത്തിലും തലയിട്ട്, അവനവൻ്റെ വകുപ്പ് കൂടാതെ എല്ലാ വകുപ്പിലും തലയിട്ട് ഉത്തരവുകൾ ഇറക്കി മന്ത്രിമാരെ അടക്കം വിരട്ടി, പ്രത്യേകിച്ചും CPI മന്ത്രിമാരെയൊക്കെ. പി പ്രസാദിനെയൊക്കെ പലവട്ടം വിരട്ടിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ എല്ലാവരെയും, റവന്യൂ മന്ത്രി കെ രാജനെ പലവട്ടം നേരിട്ടും അല്ലാതെയും അദ്ദേഹത്തെ വിരട്ടുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൂടെയുള്ള മന്ത്രിമാരെ അടക്കം, കൂടെയുള്ള പ്രവർത്തകരെ അടക്കം എല്ലാവരെയും വിരട്ടി അടക്കി ഭരിക്കുകയായിരുന്നു ഒരു ചക്രവർത്തിയായിട്ട്. ഇവിടെ ഇതിനു മുൻപും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്. അച്യുതമേനോൻ, EK നായനാർ, VS അച്യുതാനന്ദൻ, നമുക്കെല്ലാവർക്കും അറിയാം. അവർക്കൊന്നും ഇല്ലാത്ത പലതും പിണറായി വിജയന് ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അഹങ്കാരവും ധാർഷ്ട്യവും. കേരളം കണ്ട ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയോ? ഈ ഒരു ചോദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പലരും ചോദിക്കുന്നത്. ചില ആളുകൾ പറയുന്നുണ്ട്, വീണ്ടും പിണറായി വരണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് കമൻ്റ് അടിച്ചേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ചുവട്ടിൽ വരുന്ന കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ പുറത്തു പറയാൻ കൊള്ളില്ല. അത്രയും വെറുക്കപ്പെട്ടവനായി ഒരു ഭരണാധികാരി മാറണമെങ്കിൽ അത് ആ ഭരണാധികാരിയുടെ കുഴപ്പം തന്നെയാണ്. ഒരിക്കലും മറ്റു കുഴപ്പങ്ങളോ മറ്റു വ്യക്തികളുടെയോ ഭരണത്തിൻ്റെയോ സർക്കാരിൻ്റെയോ ഒന്നും കുഴപ്പമില്ല. അത് ആ വ്യക്തിയുടെ കുഴപ്പം തന്നെയാണ്. നമ്മൾ പരാജയത്തിന് കാരണമായിട്ട് ഇപ്പം പിണറായി വിജയൻ്റെ പ്രവൃത്തിയും ഗോവിന്ദൻ മാഷിൻ്റെ രീതികളുമൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ ഏറ്റവും വെറുക്കപ്പെട്ടവനായി മാറിയത്, ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ദേഷ്യവും അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ആ മനോവികാരവും ഒക്കെ ജനങ്ങൾക്കുണ്ടായത് പിണറായി വിജയനോടാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം അലങ്കരിച്ചില്ലെങ്കിൽ, ഒരു വേള ആ മനുഷ്യനെ എല്ലാവരും ഇപ്പോൾ മറന്നുപോയേനെ. ആരും ഓർക്കുക പോലുമില്ല. അദ്ദേഹം MLA ആയി വന്നാൽ കൂടെ അദ്ദേഹത്തെ ആരും ഓർക്കില്ല. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല. പ്രതിപക്ഷ നേതാവാണെങ്കിൽ കൂടി ഒന്നും സംസാരിക്കാനില്ല. ബാലഗോപാൽ പറയുന്നത് കേട്ടില്ലേ? ഇതിങ്ങനെ കേട്ടോണ്ടിരുന്നാൽ മതി, എന്തെങ്കിലും പറയണ്ടേന്ന്. പറയാൻ അറിയില്ല. ആരെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുന്നത് പറയാനല്ലാതെ ഈ 10 വർഷം കൊണ്ട് ഒന്നും പഠിച്ചില്ല, ഒന്നും അറിയുകയുമില്ല. ലണ്ടനിൽ പോയി മണിയൊക്കെ കൊട്ടി. പക്ഷേ എന്തിനാണ് മണി കൊട്ടുന്നത് എന്ന് ഇപ്പം ചോദിച്ചാലും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് ഇവിടെ അടക്കി ഭരിക്കണം, ധാർഷ്ട്യം കാണിക്കണം, കേസെടുക്കണം, നികൃഷ്ടജീവിയെന്നോ പരമനാറിയെന്നോ വിളിക്കണം, മൈക്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ കേസെടുക്കണം. രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം സർക്കാസമായിട്ട് പറയുന്നത് കേട്ടു. ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് കേട്ടു, ഇടതുപക്ഷ ഭരണം മാറിയിട്ട് മൈക്കിൻ്റെ കംപ്ലയിൻറ്റ് മാറിയില്ല അല്ലേ എന്ന്. ഇപ്പോൾ പിണറായി വിജയൻ ആയിരുന്നു ഈ മൈക്കിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ മൈക്ക് ഓപ്പറേറ്റർക്കെതിരെയും മൈക്കിനെതിരെയും അവിടുത്തെ സംഘാടകർക്കെതിരെയും ഒക്കെ കേസെടുക്കുമായിരുന്നു. ഇങ്ങനെ ഈ രീതിയിലാണ് ഈ മനുഷ്യൻ ഇവിടെ ഈ 10 കൊല്ലം ഭരിച്ചത്. ഭരിക്കുകയല്ലായിരുന്നു, ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ അട്ടിമകളാക്കി വെക്കുകയായിരുന്നു. അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളും പാർട്ടി പ്രവർത്തകരും സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകളും, അതായത് വേണ്ടപ്പെട്ട 1-2 പേരൊഴിച്ചു ബാക്കി എല്ലാവരും തൻ്റെ അടിമകളാണ്, തൻ്റെ അടിയാളന്മാരാണ്, താൻ ഈ സംസ്ഥാനത്തിൻ്റെ മുതലാളിയാണ് എന്നുള്ള രീതിയിലാണ് പിണറായി വിജയൻ കേരളം ഭരിച്ച് മുടിപ്പിച്ചത്. ഇത്രയേറെ കടം വന്നതെങ്ങനെ? ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും മാത്രമല്ല ധൂർത്തിൻ്റെയും കൂടി പ്രതിരൂപമായിരുന്നു പിണറായി വിജയൻ എന്നുള്ള കാര്യം നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. കേരളം കണ്ട ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണോ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. ഉത്തരം പറയാൻ നമ്മൾ ആണെന്ന് പറയുന്നില്ല, കാരണം നമുക്കങ്ങനെ പറയാൻ സാധിക്കില്ല. ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് നമുക്ക് നിഷ്പക്ഷമായിട്ട് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് പ്രതികരിക്കേണ്ടത്. കേരളം കണ്ട ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രി, ഭരണാധികാരി പിണറായി വിജയൻ എന്ന വ്യക്തിയാണ്. എന്തുകൊണ്ട് അങ്ങനെ വെറുക്കപ്പെട്ടവനാകാൻ ധാരാളം കാരണങ്ങളുണ്ട്. കാരണഭൂതനെന്നും ഡബിൾ ചെങ്ങനെന്നുമുള്ള നാമധേയങ്ങൾക്കപ്പുറം വെറുക്കപ്പെട്ടവൻ എന്ന് മറ്റ് പലരെയും വിളിച്ച കഥ നമുക്കറിയാം. അപ്പോൾ സ്വയം വെറുക്കപ്പെട്ടവനായി ഇദ്ദേഹം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന ലേബൽ ഇല്ലെങ്കിൽ ഈ മനുഷ്യനെ സത്യം പറഞ്ഞാൽ ഒരു വിലയും അല്ലെങ്കിലും ഇല്ല, ഇപ്പോഴും ഇല്ല. ഇനി പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഒരു പുല്ലിൻ്റെ വില പോലും ജനങ്ങളോ പാർട്ടി പ്രവർത്തകരോ ഒന്നും കൊടുക്കുകയുമില്ല. അതാണ് ഒരു രാഷ്ട്രീയ പരാജയം എന്നൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന് പ്രായമായി, എന്നാൽ പോലും രാഷ്ട്രീയ പരാജയം എന്നൊക്കെ പറയുന്നത്, രാഷ്ട്രീയത്തിലുണ്ടാകുന്ന വലിയ തിരിച്ചടികൾ, പലരെയും ഒതുക്കിയ കഥ നമ്മൾ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. നല്ല നല്ല ആളുകളെയൊക്കെ തന്നെ, നല്ല സഖാക്കളെയൊക്കെ തന്നെ ഒതുക്കി മുമ്പോട്ട് വന്ന കഥ നമ്മൾ പലകുറി പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്വയം വെറുക്കപ്പെട്ടവനായി മാറാൻ, സ്വന്തം പ്രവൃത്തി കൊണ്ട് സ്വയം വെറുക്കപ്പെട്ടവനായി മാറാൻ വിധിക്കപ്പെട്ട ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കും. അതൊരു സാധ്യതയാണ് നമ്മൾ പറയുന്നത്.